ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ വന്ന വീഡിയോ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിൽ നമുക്ക് മാക്സിമം ഗ്യാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു M³ പ്ലാന്റ് ആണ് എന്ന് വെച്ചാൽ നമുക്ക് 2 മണിക്കൂർ ഗ്യാസ് നമുക്ക് ഇതിനകത്ത് നമുക്ക് ലഭിക്കും. അത് ഒരു ബർണറുള്ള സ്റ്റൗ ആണ്, 2 ബർണറുള്ള സ്റ്റൗ അല്ല. ഇതാണ് ബയോഗ്യാസിന്റെ സ്റ്റൗ. ഇതിനകത്ത് നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെയുള്ള കാപ്പി, ഇപ്പോൾ ദോശയാണെങ്കിൽ ദോശ, പുട്ടാണെങ്കിൽ പുട്ട്, പിന്നെ അതിന്റെ കറികളൊക്കെ നമ്മൾ ഇതിനകത്താണ് വയ്ക്കുന്നത്. കരി അങ്ങനെ പിടിക്കാറേ ഇല്ല. ഇപ്പോഴും നല്ല ശുദ്ധമായ നീല നിറത്തിലാണ് ഇതിന്റെ ജ്വാല വരുന്നത്. നോക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ജ്വാല കൂട്ടാം. കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ജ്വാലയാവും. നോക്ക, ഇത്രയും നല്ല ജ്വാല വരും. നോക്കുക. ഭയങ്കര ചൂടാണ്. ആ ജ്വാലയും ഈ ജ്വാലയും നമ്മൾ വ്യത്യാസം നോക്കുക. ബയോഗ്യാസ് പ്ലാന്റിൽ നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെയാണ്. ഇതിനകത്തേക്കാണ് നമ്മൾ വേസ്റ്റ് ഒഴിക്കുന്നത്. ആ ഒഴിക്കുമ്പം സ്ലറി ഇതുവഴിയാണ് വരുന്നത്. ആ ഒരു സ്ലറിയാണ് നമ്മൾ ഈ കാണുന്നത്. നോക്കുക, ഇതാണ് സ്ലറി. സ്ലറിക്ക് വലിയ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഒരു നല്ല വളമാണ്. ഇത് നമ്മുടെ ചെടികൾക്ക് ഒഴിക്കാം. ചെടികൾക്കൊക്കെ ആണെങ്കിൽ നേർപ്പിച്ചൊഴിക്കണം. അല്ലെങ്കിൽ തെങ്ങിനൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അങ്ങനെ നേർപ്പിച്ചൊഴിക്കേണ്ട കാര്യങ്ങളില്ല. നേരിട്ട് തന്നെ ഒഴിക്കും. വലിയ വലിയ മരങ്ങൾക്കും ഒക്കെ ആണെങ്കിൽ നേരിട്ട് തന്നെ ഒഴിക്കാം. ഇതാണ് വേസ്റ്റ് ഒഴിക്കുന്നതിന്റെ ഉൾഭാഗം. ഇപ്പൊ നമ്മൾ നേരിട്ട് ഇതിനകത്ത് കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം നമുക്ക് നല്ല ഇതിന്റെ പൂർണ്ണമായ എഫിഷ്യൻസിയിൽ നമുക്ക് ഗ്യാസ് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പ് ദാണ്ട് ഇവിടെ നോക്കുക, ഇവിടെ വേസ്റ്റുകളെല്ലാം പൊങ്ങിക്കിടക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ഒഴിച്ച ഈ പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ ആണ് ഇത് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു കമ്പ് വെച്ചൊന്ന് കലക്കണം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഒരു PVC പൈപ്പാണ്. ആ PVC പൈപ്പ് ഇട്ട് നമ്മൾ ഇതിനകത്ത് ഇളക്കണം. ഇത് കിച്ചൺ വേസ്റ്റ് ആണ്. കുറച്ച് വേസ്റ്റുകൾ അത് നമുക്ക് അതിനകത്ത് ഒഴിക്കാം. രാവിലെ കുറച്ച് വേസ്റ്റേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇത്രയും ഈ ലെവലിൽ നമുക്ക് വേസ്റ്റ് കൊണ്ടൊഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത്രയും ഒരു 3/4 പാത്രം വെള്ളം അത്ര ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. രാവിലെ കുറച്ച് വേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇത്രയും ഒഴിക്കുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ വൈകുന്നേരം വേണമെങ്കിൽ ഒഴിക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇത് നല്ല വൃത്തിയായിട്ട് ജസ്റ്റ് ഒന്ന് കലക്കുക. ഇവിടെ നിന്ന് കലക്കിയതിന് ശേഷം അപ്പം ഇതിനകത്തുള്ള ഈ വേസ്റ്റ് പൊങ്ങിക്കിടക്കുന്ന കട്ടയായിട്ട് കിടക്കുന്നതൊക്കെ, മോളിൽ പൊങ്ങിക്കിടക്കുന്നതൊക്കെ നല്ല വൃത്തിയായിട്ട് കലങ്ങിട്ട് അതിനുശേഷം ആ പാകമായ വേസ്റ്റുകളൊക്കെ നന്നായിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒഴിക്കാനുള്ള ഈ വേസ്റ്റ് എടുത്ത് ഇതിനകത്തോട്ടേക്ക് ഒഴിക്കുക. ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്യാസ് നമുക്ക് ആ സ്ലറി വീഴുന്ന നോക്കുക. ഇതാണ് ആ സ്ലറി. കണ്ട ആ ഒരു ബ്രൗൺ കളറിലാണ് സ്ലറി വീഴുന്നത്. അങ്ങനെ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്ന ഒരു കണ്ടീഷനിലാണ് ഇങ്ങനെ ബ്രൗൺ കളറിൽ ഈ സ്ലറി വീഴുന്നത്. ഈ ഒരു ടാങ്കിനകത്താണ് ഗ്യാസ് സ്റ്റോർ ആവുന്നത്. ഈ മുകൾ ഭാഗത്ത് ഇതിങ്ങനെ പൊങ്ങി വരും. ഇത് പൊങ്ങി ഒരു മാക്സിമം ഒരു 40 സെന്റിമീറ്റർ പൊങ്ങും. ആ 40 സെന്റിമീറ്റർ പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കറക്റ്റ് 1 മണിക്കൂറത്തേക്ക് നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ പിന്നെ അത് 1 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് നേരെ താന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഗ്യാസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരു 10 മണിക്കൂറൊക്കെ ആകുമ്പോഴാണ് പിന്നെ വീണ്ടും ഗ്യാസ് അതേപോലെ അത്രയും ഒരു 40 സെന്റിമീറ്റർ പോകുന്നത്. അപ്പം നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഒരിക്കലും ഒരു കാരണവശാലും ഇതിനകത്ത് 2-2.5 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു മണിക്കൂറിൽ 3 സെന്റിമീറ്റർ വെച്ച് 3-3.5 സെന്റിമീറ്റർ വെച്ച് ഇത് പോകും. നല്ല അതിന്റെ പൂർണ്ണ കപ്പാസിറ്റി, പൂർണ്ണ എഫിഷ്യൻസിയോടെ വർക്കായിരിക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ ഒരു മണിക്കൂറിൽ ഒരു 3-3.5 സെന്റിമീറ്റർ ഇത് പൊങ്ങും. അങ്ങ് പൊങ്ങി അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം 24 മണിക്കൂറുണ്ട് നമുക്കൊരു എങ്ങനെ ഒരു 75 സെന്റിമീറ്റർ ഇത് പൊങ്ങും. അപ്പൊ നമുക്കൊരു 30-35 സെന്റിമീറ്റർ മതി നമുക്ക് 1 മണിക്കൂർ പാചകത്തിന്. അങ്ങനെ നമുക്ക് ഒരു 2-2.5 മണിക്കൂർ കറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് പാചകം ചെയ്യാൻ സാധിക്കും. അപ്പം ശ്രദ്ധിക്കുക. അപ്പം രാവിലെ നമുക്ക് ഫുള്ള് ഉപയോഗിക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് ഫുള്ള് ഉപയോഗിക്കണമെങ്കിൽ പിന്നെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്.
ഗ്യാസ് വരുന്നതനുസരിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് 8 മണിക്കൂർ എന്തായാലും പാചകമില്ല. ആ ഒരു 8 മണിക്കൂറോട് ഒരു 25 സെന്റിമീറ്റർ ഗ്യാസ് പൊങ്ങും. അപ്പൊ അതനുസരിച്ച് കൺട്രോൾ ചെയ്ത് നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഗ്യാസ്, ഇതിനകത്ത് വരുന്ന ഗ്യാസ് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സംഭവിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓവർ ഗ്യാസ് ആയി കഴിഞ്ഞാൽ ഇത് ഊരിപ്പോവുകയോ അല്ലെങ്കിൽ തെറിച്ചു പോവുകയോ അങ്ങനെയൊന്നുമില്ല. ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു 40 സെന്റിമീറ്റർ ഗ്യാസ് വരെ ഈ ഒരു ഗ്യാസിന്റെ ഈ ടാങ്ക് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഈ വെള്ളത്തിൽ കൂടെ തന്നെ വെളിയിൽ പോകും. ഈ വെള്ളം അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വെള്ളം. ഈ ഒരു വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ടാങ്ക് ഇതിന്റെ ഉള്ളിലുള്ള ഒരു ലെയർ ഉണ്ട്. ആ ലെയറാണ് ഈ സൈഡ് വരെ പൊങ്ങിക്കിടപ്പുണ്ട്. അപ്പം അതിനകത്തോട്ട് കയറി കിടക്കണം. അതുകൊണ്ട് ഈ വെള്ളം അതിന്റെ ഉള്ളിലുള്ള ആ വേസ്റ്റുമായിട്ട് യാതൊരു ടച്ചും ഇല്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിടാം. അങ്ങനെയാണെങ്കിൽ കൂത്താടികളൊന്നും വരത്തില്ല. ഇപ്പൊ ഇതിനകത്ത് കൂത്താടികളൊന്നും ഇല്ല. നോക്കുക, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇതിനകത്ത് കൂത്താടിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നോക്കുക, അഥവാ കൂത്താടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളം പലപ്പോഴും തോന്നാം, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ 1 മാസമൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള വെള്ളമെല്ലാം വെളിയിൽ കളയാം. ഈ വെള്ളം ഗ്യാസ് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഓവറായിട്ട് പൊങ്ങുകയാണെങ്കിൽ, ഓവറായിട്ട് ഒരു 40 സെന്റിമീറ്റർ പൊങ്ങുകയാണെങ്കിൽ പിന്നീട് ഈ ഗ്യാസ് നമുക്ക് പിന്നീട് ഇതിനകത്തുള്ള ഗ്യാസ് ഈ വെള്ളത്തിൽ കൂടെ വെളിയിൽ പോകും. അപ്പം ആ ഗ്യാസ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഗ്യാസ് എടുത്തെടുത്ത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴും ഇടയ്ക്ക് പൊങ്ങുന്നതനുസരിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതിനകത്ത് കൂത്താടിയൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മണ്ണ് ഒഴിച്ചാൽ മതി. മണ്ണ് ഇങ്ങനെ ഒഴിച്ചാൽ ഒരു കുഴപ്പമില്ലാണ്ട് ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ കൂത്താടികളൊന്നും വരത്തില്ല. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഇത് നല്ലൊരു ബെറ്ററായ ഒരു ഓപ്ഷനാണ്. എല്ലാവരും ഇത് മേടിക്കണം. നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ബെറ്ററായിട്ട് നടക്കും. പിന്നെ നമ്മൾ വള്ളത്തിന്റെ ആവശ്യം നടക്കും. അടുക്കളയിലുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് സംസ്കരിക്കാൻ പറ്റുന്നത് കൊണ്ട് അങ്ങനെ വേസ്റ്റിന്റെ പ്രശ്നം നമ്മുടെ അടുക്കള കുറച്ചുകൂടി പെർഫെക്റ്റ് ആവും. ഗ്യാസ് സ്റ്റവ് ഉൾപ്പെടെ ഇതിനകത്ത് ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എനിക്ക് മൊത്തത്തിൽ ചിലവായത് 26,000 രൂപയാണ് ഇൻസ്റ്റാളേഷന് ഇതിന് മൊത്തത്തിൽ ചിലവായത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക.